എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യനാഥനിലേക്ക്, പരിശുദ്ധമായ ഈ സാന്നിധ്യത്തിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ എന്നും ഈ ലോകം മുഴുവനും കുർബാനയുടെ അഭിഷേകം കൊണ്ട് നിറയണമേ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ ധ്യാനിച്ച് സൗഖ്യത്തിന്റെ വലിയ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. യേശുവേ, കരുണ തോന്നി അനുഗ്രഹിക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷം ഈ ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യെരിഹോ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തിന്റെ അഭിഷേകവും ആത്മാവിന്റെ അഗ്നിയും പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ശക്തിയും കൊണ്ട് ഈ ലോകത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ദിവ്യകാരുണ്യനാഥ അങ്ങയോട് ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഈ ധ്യാന ടീമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നിന്റെ വചനത്തിന്റെ അഗ്നി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ നാമത്തില് എല്ലാ ബന്ധനത്തിന്റെയും കെട്ടുകൾ അഴിയട്ടെ. വാശിയും സങ്കടവും ഭയവും പേരുദോഷവും തെറ്റിദ്ധാരണയും അപവാദ പ്രചരണങ്ങളും മറ്റ് മതാത്മകതയിലുള്ള അപവാദപരമായ കാര്യങ്ങളെല്ലാം കർത്താവെ നീ ബന്ധിച്ചുറപ്പിക്കണം, ബന്ധിച്ചകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് പൈശാചികതയെ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വാസത്തിന്റെ മൂഢത മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം കൊണ്ട് നിറയണമേ. തെളിവും വെളിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, കരുണ തോന്നണമേ. യേശുവെ, സ്വർഗം തുറന്ന് അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. പിതാവായ ദൈവമേ, നീ മാലാഖമാരെ അയച്ച് സ്വർഗം തുറന്ന് ഞങ്ങളുടെ രാജ്യത്തിന്റെ കഷ്ടാരിഷ്ടതകൾ നീക്കിത്തരണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ മലമുകളിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ സന്നിധിനായിരിക്കുന്ന നിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവദിക്കണമേ. മനസ്സിനെ തുറക്കണമേ. ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയെ, വിശ്വാസത്തിന്റെ കുറവനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ഇന്ന് രാത്രിയിൽ നീ കടന്നു ചെല്ലണമേ. വിവാഹമോചനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ദമ്പതികളെ ആശീർവദിക്കണമേ. മാനസാന്തരപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. തൊഴിലില്ലാത്തവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം ആകുലപ്പെടുന്നവരെയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് തരുന്നു. ദുശീലത്തിന് അടിമപ്പെട്ട കുടുംബനാഥന്മാരെയും നാഥമാരെയും യുവജനങ്ങളെയും മദ്യത്തിനും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അബോർഷൻ നടത്താൻ ആലോചിക്കുന്നവരെ സമർപ്പിക്കുന്നു. വൈദിക സമർപ്പിത സഹോദരങ്ങളെ ഓർക്കുന്നു. കർത്താവെ, കരുണ തോന്നണമേ. അടിത്തറ കർത്താവിലായിത്തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. നിന്റെ വചനത്തിന്റെ അടിത്തറയിൽ ഭവനം പടുതുയർത്തുവാനുള്ള കർത്താവിന്റെ സന്ദേശം ഈ രാത്രിയിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് വചനത്തിന്റെ അഗ്നി കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ. പാപത്തിന്റെ ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. കർത്താവെ, നിന്റെ അഗ്നി ഇറങ്ങി എല്ലാവിധ തിന്മയുടെ ശക്തികളിൽ നിന്നും, അപവാദത്തിൽ നിന്നും, പേരുദോഷത്തിൽ നിന്നും, പൈശാചികതയിൽ നിന്നും, കംപ്ലൈന്റിൽ നിന്നും ഞങ്ങളുടെ ജീവിതങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, കരുണ തോന്നണമേ. നിന്നിൽ പരിപൂർണമായി ആശ്രയിക്കുവാൻ മനസ്സിനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ അഗ്നി, ദിവ്യകാരുണ്യത്തിന്റെ പ്രസാദപരത്തിന്റെ രശ്മികൾ ഉത്തിതനായ കർത്താവിന്റെ കരമുയർന്നു ഞങ്ങളുടെ വൈറസ് ബാധയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണ തോന്നണമേ. സ്വർഗം തുറക്കണമേ. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കരുണ തോന്നി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തന വിഷയമായി ഞാൻ എടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അതില് 26-ാമത്തെ തിരുവചനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വായിക്കുന്നത്. എന്റെ 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ
പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭവനം പണിയുന്നതിനെ പറ്റി പലസ്തീനായിലെ ഭൂപ്രകൃതിയും അതിന്റെ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ഈ തിരുവചനം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഭവനം പണിയുന്നതിന് തുല്യമാണ് നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൽ പടുതുയർത്തേണ്ടതിന്റെ ആവശ്യങ്ങൾ. നാം ജീവിക്കുന്ന കുടുംബവും എന്റെ ജീവിതവും ഒരു ഭവനത്തിന് തുല്യമാണ്, ഒരു വീടിന് തുല്യമാണ് നമ്മുടെ ജീവിതം. അതാണ് കർത്താവ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഒരു ഭവനം പണിയുമ്പോൾ അതിന്റെ അടിത്തറ ബലവത്തായിരിക്കണമെന്ന് ഏത് വിവേകമുള്ള മനുഷ്യനും അറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം പടുതുയർത്തേണ്ടത് എങ്ങനെയായിരിക്കണമെന്നതിൽ നിന്ന് നാം യേശു വിഭാവനം ചെയ്യുകയാണ്. നമ്മുടെ കുടുംബവും വ്യക്തി ജീവിതവും ക്രിസ്തുവിൽ പടുതുയർത്തണം എന്നാ പറയും. ഈശോയാകുന്ന വ്യക്തിത്വത്തില് യേശു നമുക്ക് വേണ്ടി പങ്കുവെച്ചു തന്ന സുവിശേഷ മൂല്യങ്ങളില് ഈ ജീവിതം പങ്കുവയ്ക്കാൻ, പടുതുയർത്തുവാൻ നമുക്ക് പറ്റും. പ്രധാനമായിട്ടും ഭവനം യേശുവിൽ പടുതുയർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിതം പടുതുയർത്തുവാൻ 3 ഘടകങ്ങൾ ആവശ്യം. ഒന്ന്, വാക്കും പ്രവൃത്തിയും ഒന്നുപോലെ പോകണം, ഒരുപോലെ ആയിരിക്കും. നമ്മുടെയൊക്കെ ചെയ്തികൾ നമ്മൾ പറയുന്ന വാക്കിന് അനുസ്യൂതമായിട്ട് മുന്നോട്ട് പോകും. പറയുന്നതൊന്നും ജീവിതം മറ്റൊന്നുമാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതം യേശുവിന്റെ മൂല്യങ്ങളിൽ പടുതുയർത്തപ്പെടുകയും എന്ന് പറഞ്ഞാൽ 100% വിശ്വസ്തയോടെ ക്രൈസ്തവ മൂല്യങ്ങളിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം ചെറുപ്പം മുതലേ മനസ്സാക്ഷിയിൽ രൂപം കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് നല്ല അടിത്തറയിൽ ജീവിതമാകുന്ന ഭവനം പടുതുയർത്തുക. അടിത്തറ ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ മൂല്യങ്ങളാണ്, സുവിശേഷ മൂല്യങ്ങളാണ്. വാക്കിലും ജീവിതത്തിലും വിശ്വസ്തതയുള്ളതാണ് ജീവിതം നയിക്കുക. ഒരു ചെറിയ സംഭവ കഥ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഓട്ടിസം എന്ന രോഗം ബാധിച്ച ഒരു കുട്ടിയെ, ഒരു ബാലന്, അവന് 10-11 വയസ്സുണ്ട്. അവനെയും കൊണ്ട് അവന്റെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ. അപ്പൊ ഇവന് പലതരത്തിലുള്ള ഈ ഗുരുതരമായ രോഗത്തോടൊപ്പം പനിയും ശ്വാസമുട്ടലും മറ്റിതര രോഗങ്ങളുമായിട്ടാണ് ഹോസ്പിറ്റലിലെത്തിയത്. അപ്പോഴ് ഈ മകനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഐസിയുലാണ്. അപ്പോഴ് അവിടെ കിടന്നിട്ട് അവിടെ അവനെ അഡ്മിറ്റ് ചെയ്തു. അപ്പനും അമ്മയും ഇതിന്റെ പുറത്തിരിക്കുകയാണ്. ഈ മകന് എത്ര ഡോസ് മരുന്ന് കൊടുത്തിട്ടും ഇവന് സെഡേഷൻ ഉണ്ടാകുന്നില്ല, ഇങ്ങനെ ഉറങ്ങുന്നില്ല. അപ്പോഴ് ഡോക്ടർക്ക് ഭയങ്കര സംശയമാണ്. അപ്പൊ ഡോക്ടർ വന്ന് ഈ മകന്റെ ഡാഡിയോട് ചോദിച്ചു, ഈ കൊച്ച് ഉറങ്ങുന്നില്ലല്ലോ, കാരണം എന്താണ്? അപ്പൊ ആ ഡാഡി പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആശയമാണ്. അതെങ്ങനെ നമ്മളൊക്കെ പകർത്തുമെന്നറിയില്ല. ആ ഡോക്ടറോട് പറഞ്ഞത് ഇപ്രകാരമാണ്:
അതായത് അവൻ ഉറങ്ങണമെങ്കിൽ എന്റെ നെഞ്ചിൽ കിടക്കണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത് കിടക്കണം. അവനെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നാലേ അവൻ ഉറങ്ങുകയുള്ളൂ. അത് വർഷങ്ങളായുള്ള ഒരു ദിനചര്യയാണ്, ഒരു ചര്യയാണ്, ഒരു പാരമ്പര്യമാണ്. എന്റെ ചൂടും എന്റെ സാന്നിധ്യവും എന്റെ സമീപനവും എന്റെ നെഞ്ചിന്റെ ഇടുപ്പും കേട്ടാലേ അവൻ ഉറക്കം വരികയും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും താങ്കൾക്ക് മകന്റെ കൂടെ പോയി കിടക്കാൻ പറ്റും. ഇത് തീവ്ര പരിചരണ വിഭാഗമാണ്, മറ്റു രോഗികളുമുണ്ട്, അല്ലേലും അത് സാധ്യവുമല്ല. അപ്പോഴ് ഈ ഡാഡി ഈ ഡോക്ടറോട് പറഞ്ഞു, അവനോട് ഡോക്ടറോട് കാര്യം പറയണം, അല്ലെങ്കിൽ ഞാൻ അവനോട് പറയാം. കയറി ചെന്നിട്ട് അവൻ കിടക്കുന്ന കട്ടിലിന്റെ അപ്പുറത്ത് വെച്ചുള്ള ഭിത്തിയിൽ ഡാഡി ചേർന്ന് നിന്ന് നിനക്ക് ചൂട് നൽകിക്കൊണ്ടിരിക്കുമെന്ന് പറയും. അത് ഞാൻ ചെയ്യുകയും ചെയ്തു. ഇതൊരു നടന്ന സംഭവമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഡോക്ടർ ഇതേപടി തന്നെ ആ ബാലനോട് പറഞ്ഞു. ബാലൻ ഈ ഡാഡി പറഞ്ഞ ഈ ഒരു വാക്കില് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിൽ അവൻ വിശ്വസിച്ചു, അവൻ ഉറങ്ങി. അപ്പോൾ ഈ ഡോക്ടർ കണ്ട ഒരു കാര്യം, ഇദ്ദേഹം പറയുക മാത്രമല്ല അങ്ങനെ തന്നെ ചെയ്തു എന്നാ പറയുന്നത്. ഈ മകൻ കിടക്കുന്ന തീവ്രപരിചരണത്തിന്റെ ആ കിടക്കുന്ന ഭാഗത്ത് ഇയാൾ രണ്ട് കൈയും ഭിത്തിയോട് ചേർത്ത് പിടിച്ച് മുട്ടുമേൽ നിന്ന് മകനെ ചേർത്ത് പിടിക്കുകയായി. ഇത് വെളുപ്പിനെ വരെ തുടർന്നു എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നടന്ന സംഭവമാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ വിശ്വസ്തയോടെ വാക്ക് പാലിക്കാനായിട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ, അത് കുടുംബത്തിലും ഈ നമ്മുടെയൊക്കെ എല്ലാ വ്യാപാര മേഖലകളിലും, നമ്മുടെയൊക്കെ എല്ലാ മേഖലകളിലും വാക്ക് പാലിക്കുന്നവരുടെ എണ്ണം തുച്ഛമാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കിനോട് വിശ്വസ്തത പുലർത്തുക, പറഞ്ഞ വാഗ്ദാനങ്ങളോട് എന്ത് ബ്ലഡ് കൊടുത്തു വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ വളരെ ചുരുക്കം വ്യക്തികൾക്ക് സാധിക്കുന്നു. ഇന്ന് നമുക്കറിയാം, പലരും കടം കൊടുത്തിട്ട് കിട്ടാത്ത ഒത്തിരി പേര്. അതായത് ബ്ലേഡുകാരോടാണേലും ആരോടാണേലും ശരി. നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മൾ ഈ വാക്ക് പാലിച്ച് പഠിക്കണം. അതായത് മാതാപിതാക്കൾ മക്കൾക്ക് ചില ഒരു പ്രോമിസ് ഉണ്ടത്. അവര് വളർന്നു വരുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്റെ അവർക്ക് മക്കളെ പറ്റി ഭയങ്കര സ്വപ്നമുണ്ട്. ഈ സ്വപ്നം ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം നിറവേറ്റാനായിട്ട് എന്ത് വില കൊടുത്തു നമ്മൾ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയുന്നത് വ്യക്തികളുടെ വിശ്വസ്തതക്കുറവും ഉത്തരവാദിത്വരഹിതമായ വിശ്വസ്തതയില്ലാത്ത ജീവിതവുമാണ്. നമ്മള് വിശ്വസ്തത, അതായത് ജീവിതം കുടുംബവും പടുതുയരണമെങ്കിൽ ക്രൈസ്തവ മൂല്യത്തിൽ പടുതുയർത്തുക എന്ന് പറയുന്നത്, ഒരു സാമൂഹിക അവസ്ഥയിൽ പടുതുയർത്തുക എന്ന് പറയുന്നത് കുടുംബത്തിലുള്ളവരും പരസ്പരം വിശ്വസ്തരായിരിക്കും, വാക്ക് പാലിക്കുന്നവരായിരിക്കും, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായിരിക്കും. അത് വാഗ്ദാനം ചെയ്യണമെന്നൊന്നുമില്ല, പറയാതെ പറയുന്നതാണ്. അതെ, അതായത് വാക്കുകളില്ലാത്ത സംസാരം എന്ന് വേണം. ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പറഞ്ഞു നടക്കുന്നതിനല്ല, അത് ജീവിതം കൊണ്ട് വിശ്വസ്തത ആയിരിക്കണം. അതായത് വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞാൽ, വാഗ്ദാനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം കൊണ്ട് പടുതുയർത്തണം. നമ്മള് ഭാര്യ ഭർത്താക്കന്മാര് വലതുകരം ഒരുമിച്ച് പിടിച്ച് ബൈബിള് തുടർന്ന് വെച്ച് വാഗ്ദാനം ചെയ്യാറില്ലേ? മരണത്തിലും ഒരുമിച്ചായിരിക്കുമെന്ന്. മരണം വരെ ഒരുമിച്ചായിരിക്കും, മരണത്തിനപ്പുറം ഒരുമിച്ചായിരിക്കും. ദാരിദ്ര്യവും ദുഃഖവും ഒരുമിച്ച് കൈകേറും, തോളോട് തോൾ ചേർന്ന്
ദുഃഖങ്ങൾ പേറും. ഇതൊക്കെയാണ് നമ്മളന്ന് വാഗ്ദാനം ചെയ്തത്. പക്ഷേ കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, ആ ദാമ്പത്യ ജീവിതമാകുന്ന വീട് കടപുഴുകി ഒഴുകി എന്നാ പറയുന്നത്. ഏറെ താമസിയാതെ അവിശ്വസ്തത തുടങ്ങിയ, പണ്ട് മറന്നുപോയ കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തത നഷ്ടപ്പെടുകയാണ്. പണ്ട് നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. മൊബൈലിലൂടെ വിളിക്കുകയാണ്, ചാറ്റിങ് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ കുടുംബത്തെക്കാൾ ഉപരി ചീട്ടുകളിക്കും മദ്യപാനത്തിനും പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾക്കും കറങ്ങി നടക്കലുകൾക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തുകയാണ്. അങ്ങനെ പറയാതെ പറയുന്ന അവിശ്വസ്തമായ കാര്യങ്ങൾ, ഇത് നല്ലൊരു ഭവനത്തിന്റെ അടിത്തറയല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മളിത് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, യേശുവാകുന്ന വ്യക്തിത്വത്തിലേക്ക് തിരിയും. അതായത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ കൊടുക്കുവാനും അത് സമൃദ്ധമായി നൽകുവാനും. അവിടുന്ന് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് പഠിക്കുകയും എന്നിൽ ആശ്വസിക്കുകയും ചെയ്യും. ഇന്നലത്തെ ലാറ്റിൻ കുർബാനയുടെ സുവിശേഷ ഭാഗത്ത് ഇപ്രകാരമാണ് വായിക്കുന്നത്, യു കം ആൻഡ് റെസ്റ്റ് വിത്ത് മീ ഫോർ എ വൈൽ. പ്രിയപ്പെട്ടവരെ, യേശു അവസാനത്തുള്ളി രക്തം ചിന്തിക്കൊണ്ട് തന്റെ ശ്രോതാക്കൾക്കും തന്റെ അനുയായികൾക്കും കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നത്. ദിവ്യകാരുണ്യം യേശുവിന്റെ വചനത്തിന്റെ പൂർണ്ണ രൂപമാണ്, വചനത്തിന്റെ വിശ്വസ്തതയുടെ സാക്രമെന്റാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് കൊടുത്ത വാക്കിന്റെ പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാന. അത് എൻഫ്ലഷായി മാറി എന്നുള്ളതാണ്, അവതാരമായി മാറി. അതാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. അവിടുത്തെ വിശ്വസ്തതയുടെ പൂർണ്ണ രൂപമാണ്. മനുഷ്യനോട് ദൈവം കാണിച്ച വാഗ്ദാനത്തിന്റെ വിശ്വസ്തമായ അടയാളമാണ് പരിശുദ്ധ കുർബാന. ലോകാവസാനത്തോളം തകരുന്ന മനസ്സിനും കണ്ണുനീരൊഴുകുന്ന വ്യക്തികൾക്കും താങ്ങും തണലുമായി ഈശോ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തതിന്റെ പൂർണ്ണ രൂപമാണ്. അതുകൊണ്ടാണ് പാതിരിപ്പിയ പറഞ്ഞത്, സൂര്യനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ കുർബാന ഇല്ലാതെ ജീവിക്കാൻ പറ്റും. സൂര്യന്റെ വെളിച്ചമില്ലാതെ ഒരു ദിനം എനിക്ക് കടത്തിവിടാൻ പറ്റും, പക്ഷേ കുർബാന ഇല്ലാതെ ഒരു നിമിഷം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വസ്തമായ സമീപന രീതി കുടുംബങ്ങളിൽ നിന്നും പടിയിറങ്ങുമ്പോൾ, അവിടെ ദാമ്പത്യ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ പരസ്പരം വഴിചാരും. കാറ്റ് ധാർമ്മിക മൂല്യങ്ങളിലൂടെ അധാർമികമായ കാറ്റുകൾ ഊതിക്കൊണ്ടിരിക്കും. പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ വഴിമാറും. അപ്പോഴൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ തിരുവചനമാണ്. എന്നിൽ അടിത്തറയിടാത്ത, എന്റെ മൂല്യങ്ങളിൽ നിലയുറപ്പിക്കാത്ത, ഞാനാകുന്ന പാറമേൽ പടുതുയർത്താത്ത വ്യക്തിത്വങ്ങൾ, അത് തിരിച്ചറിവിന് വിധേയമായില്ലെങ്കിൽ അന്ത്യം മാനസികമായി മരിച്ചു ജീവിക്കുന്നവരായി തീരുന്നു. നമുക്കറിയാം, ചില വ്യക്തികളൊക്കെ നമ്മൾ കാണാൻ വരുമ്പോഴും പങ്കുവെക്കാൻ വരുമ്പോഴും ദാമ്പത്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന വീഞ്ഞിന്റെ ദുര പോലെ പൊതിഞ്ഞ് ആ ഒരു തീവ്രതയുണ്ടായിരുന്ന, ലഹരി ഉണ്ടായിരുന്ന അവസ്ഥ ഇപ്പൊ പച്ചവെള്ളം പോലെയാണ്. ലഹരിയില്ലാത്ത ജീവിതമായി തീരുന്നു. അവിശ്വസ്തതയുടെ ഫലം ലഹരിയില്ലാത്ത ജീവിതമാണ്. വൈബ്രന്റ് ആയിരിക്കും. അതാ പറയുന്നത്, കൊടുങ്കാറ്റ് വരുമ്പം കടപുഴകി ഒഴുകി. അതായത് ഒരുമിച്ച് നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ ബലം എന്ന് പറയുന്നത് പാറമേൽ പടുകയാണ്. ഇന്നൊരു സഹോദരൻ ഇവിടെ കാണാൻ വന്നപ്പോ എന്നോട് പറയാം, അച്ഛാ, ഞാൻ മമ്മട്ടിയെടുത്ത്, ഇവിടെ ഒത്തിരി വയലേലകളുള്ള സ്ഥലമാണ്, ഞാൻ തൂമ്പയെടുത്ത് 10 മണി അല്ലെങ്കിൽ റബ്ബർ വെട്ടിക്കഴിഞ്ഞ് പാടത്ത് പണിയാൻ പോകുമ്പോ എല്ലാം ഉണ്ടാക്കി ഭക്ഷണമായിട്ട് 11 മണിക്ക് എന്റെ വൈഫും ഒരു തൂമ്പായി എടുത്ത് ഇറങ്ങുകയാണ്. അതെന്റെ ജീവിതത്തിന്, അവളൊന്നും ചെയ്തില്ലെങ്കിലും എന്റെ ജീവിതത്തിനൊരു ആനന്ദമാണ്. പിന്നെയും ചെയ്യാൻ തോന്നുകയാണ്. ഭർത്താവ് പണിക്ക് പോകുമ്പോൾ ഭാര്യമാരുള്ളതും കാച്ചിക്കൂട്ടി
സീരിയലിന്റെ മുമ്പിലും ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിലും ചാറ്റിങ്ങിന്റെ മുമ്പിൽ ചെലവഴിക്കുകയാണെങ്കിൽ, ആഡംബരത്തിന്റെ മുമ്പിൽ ചെലവഴിക്കുകയാണെങ്കിൽ, ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അടിത്തറ ഇളകിക്കഴിഞ്ഞു. അതെ, മക്കളും ഇതുപോലെ തന്നെയാണ്. കൂലിവേല ചെയ്ത് കൈവെള്ള ടാറ് പോലെ, അല്ലെങ്കിൽ കരിങ്കൽ പാളയത്തിൽ പണിയെടുത്ത കരിങ്കല്ല് പോലെയുള്ള കരവുമായിട്ട് ജീവിക്കുമ്പോൾ മക്കള് സോഫ്റ്റ് കൈയുമായിട്ട് മൊബൈൽ തള്ളുമ്പോൾ അവിശ്വസ്തതയാണ്. പാറമേൽ പടുതീരുന്നില്ല. ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഉത്തരവാദിത്വത്തിന്റെ പാണ്ടക്കെട്ട് മക്കളും വഹിക്കാൻ പഠിക്കണം. കുടുംബത്തില് അപ്പനെ സഹായിക്കണം. ഇന്നൊരു പയ്യൻ രാവിലെ കുർബാന അൾത്താരയിൽ ശുശ്രൂഷ ചെയ്ത ഒരുത്തൻ എന്നോട് പറയുകയാണ്, ഒരു മകൻ, അവൻ +1 ആണ്. അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ പപ്പയുടെ കൂടെ വർക്ക്ഷോപ്പിൽ പോവുകയാണ് സമയം കിട്ടുമ്പോൾ. കരിപുരണ്ട കരങ്ങളുമായിട്ട് അവൻ ഈ 17 വയസ്സിലും ജീവിതം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിനെ വിളിക്കുന്ന പേരാണ്, അതായത് വിശ്വസ്തതയിൽ പടുതുയർത്തിയ ഭവനം എന്ന് പറയുന്നത്. രാവിലെ ഇറങ്ങി കറക്കം കഴിഞ്ഞ് അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് വീണ്ടും കൂട്ടുകാരോടെ കറങ്ങി രമിക്കുകയാണെങ്കിൽ അവിശ്വസ്തതയാണ്. പാറമേൽ പടുതുയരുന്നില്ല. അതുകൊണ്ട് ജീവിതം കുറെ കൂടെ കരിപ്പിടിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ. വിശ്വസ്തയോടെ മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയ ഉത്തരവാദിത്വത്തിന്റെ പാണ്ടക്കെട്ടുമേറി ആ കുരിശു വഹിക്കുവാനായിട്ട് നമുക്ക് പറ്റട്ടെ. ഉത്തരവാദിത്വവും ധാർമ്മിക മൂല്യങ്ങളും പ്രാർത്ഥനാ ജീവിതവും വചനവും കുർബാനയും ദൈവാനുഭവവും മറ്റുള്ളവരെ ആദരിക്കുന്ന വിശാലമായ മനോഭാവവും ഒക്കെ പാറമേൽ പടുതുയർത്തിയ വ്യക്തിത്വങ്ങൾക്കും കുടുംബത്തിന്റെ ആചാരമര്യാദകൾക്കും അധിഷ്ഠിതമായി തീരട്ടെ. ചില കുടുംബങ്ങളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആചാരമര്യാദകൾ നഷ്ടപ്പെട്ട കുടുംബം, ദൈവത്തിന്റെ അടിത്തറയിൽ പടുതുയർത്താത്ത കുടുംബം, തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമല്ലാത്ത കുടുംബം, മദ്യപാനവും മയക്കുമരുന്നും ആവലാതിയും വേവലാതിയും അടിപിടുത്തവും പുസ്തിക്കളമായി കുടുംബം മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വന്യമൃഗം പോലെ അല്ലെങ്കിൽ വനമേഖല പോലെ കുടുംബം മാറുമ്പോൾ കാറ്റൂതും വെള്ളപ്പൊക്കം ഉണ്ടാകും, കുടുംബം അതപ്പതിക്കും. ഇന്ന് പല കുടുംബങ്ങളുടെയും ശോചനീയാവസ്ഥ ഏതാണ്? അതായത് ബ്രഹ്മാണ്ഡമായ കോടികൾ മുടക്കി വീടുകൾ പടുതുയർത്തും, പക്ഷേ അതിന്റെ അകത്തളത്ത് ഹൃദയത്തിന് ചൂടില്ലാതെ മാർബിളിന്റെ തണുപ്പായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ്. 2 മുറികൾ താമസിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ, ഒരിക്കലും സംസാരിക്കാത്ത മാതാപിതാക്കളും മക്കളും, ഭക്ഷണം കഴിക്കുന്നത് മൊബൈലിന്റെ വെട്ടത്തിൽ, ഇങ്ങനെ നീളുന്ന അടിത്തറ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പരാധീനത ബാഹുല്യമായി തീർന്നിരിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും, ഒരു കുടുംബമെങ്കിലും ഇതിൽ നിന്നും മാറുവാനിടയാകട്ടെ. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ, ക്രൂശിത രൂപത്തിൽ കേന്ദ്രീകൃതമായ, കുർബാനയിൽ കേന്ദ്രീകൃതമായ, വചനത്തിൽ അധിഷ്ഠിതമായ, വചനത്തിന്റെ വെളിച്ചത്തിൽ പാദമൂന്നുന്ന, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിൽ നിറയുന്ന മക്കൾ ഉണ്ടാകും. യേശുവിനെ പോലെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം സമാപനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നുവെന്നും അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിധേയത്വത്തിന്റെ വലിയ വെളിച്ചമായി മക്കൾ മാറട്ടെ. ജ്ഞാനത്തിന്റെ പിതാക്കന്മാരുണ്ടാകട്ടെ. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിതമായ മാതാക്കൾ ഉണ്ടാകട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയാൻ, രോഗങ്ങൾ മാറാൻ, ആവലാദികളും വേവലാദികളും മാറാൻ, പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ, ആ ഉച്ചത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തെ നോക്കി അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നാഥ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജ്ഞാനത്താവേ കരുണ തോന്നണമേ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന.
പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും ഇത് കേട്ടുകൊണ്ടിരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ. എന്നെയും ജോർജ് ബ്രദറിനെയും നിയമങ്ങളെയും അവിടുത്തെ അഭിഷേകം കൊണ്ടും അതിന്റെ അഗ്നി കൊണ്ടും നിറയ്ക്കണമേ. കരുണ തോന്നണമേ. ഇന്ന് രാത്രിയിൽ എന്നെ നീ തുടരണമേ. ഈശോയെ എന്നോട് പ്രാർത്ഥന ചോദിക്കരുത്. എന്റെ അമ്മനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നാലും രീതിക്ക് മക്കളെ കുറിച്ച് അനുഗ്രഹിക്കണമേ. മക്കളുടെ നിയോഗങ്ങൾ സാധ്യമാക്കണമേ. ഈ ഇടവകയെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ട് ഇടവകയെ വളർത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കരുണ തോന്നണം.